മോളെ, ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ശരി എന്നാ വിളിക്കാം. ശിവ, ഇയാൾക്കിത് വേറെ പണിയുണ്ട്. ഹലോ, മൊത്തം പ്രശ്നമാണ് സാർ. എന്ത് പ്രശ്നം? അത് നമ്മൾ പറത്തിവിട്ട ഡ്രോണില്ലേ, അത് കുപ്പി വെച്ച് എറിഞ്ഞിട്ട് വീഡിയോ ലോക്കൽ ചാനലിൽ കൊടുക്കുന്ന ചെക്കൻ പറയുന്നത്. എന്താ 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 നമ്മൾ പറത്തി വിട്ടതോ? എടോ, താൻ പറത്തി വിട്ടോന്ന് പറയടോ. സാറേ, താൻ എന്നെ നിർബന്ധിച്ചിട്ടല്ലോ ഞാൻ അവിടെ വന്നതും. അങ്ങനെ പറയരുത് സാർ. ഷിബു, ഈ കേസിൽ ഞാൻ അങ്ങനെ പറയൂ. അവിടെ ഈ കോവിഡ് ഡ്യൂട്ടി അല്ലാതെ വേറെ മലമറിക്കുന്ന പണിയൊന്നുമില്ല എനിക്ക്. അതുകൊണ്ട് നാളെ രാവിലെ മുതല് അവിടെയുള്ള എല്ലാ വീടുകളും കയറി ഇറങ്ങി താൻ ആ ചെക്കനെ പൊക്കാൻ നോക്ക്. പിന്നെ ആ വീഡിയോ എങ്ങാനും ന്യൂസ് ആയാൽ അതിന്റെ എല്ലാ കോൺസിക്വൻസും താൻ ഒറ്റയ്ക്ക് നോക്കിക്കൊള്ളാം. എന്നെ കിട്ടും. തേങ്ങ ഇങ്ങനെ ഇരിക്കും. ശരി. പെൻഷൻ പറ്റാൻ നേരത്താ ഇനി തേങ്ങ അടക്കേണ്ട ഒരു പരിപാടിക്ക് ഞാനില്ല. കോണത്തിലെ ചേട്ട മക്കളെ പാടി നമ്മുടെ ക്ലാഡിന്റെ സൗണ്ടല്ലേ കേൾക്കണം. അവന്റെ തന്നെയാ. പോയി നോക്കാം. നിങ്ങളുടെ അനിയല്ലേ, നിങ്ങൾ തന്നെ പോയി നോക്കിയാൽ മതി. വേറെയും സൗണ്ട് കേൾക്കണ്ടല്ലോ. പണ്ട് അവിടെ കഴിഞ്ഞിട്ട് ഇന്നലെ പട്ടി എങ്ങനെയാണ്? മിണ്ടിപ്പോര് തലയിൽ പൊളിക്ക് ഞാൻ തള്ളേ. അത്തേക്ക് പോയിക്കേ. പോലീസിനെ വിളിച്ചൊന്ന് ഇഞ്ച പാചക ഇപ്പൊ കത്തിക്കില്ല. പട്ടിയായിരുന്നില്ല, ജോസായിരുന്നു. നീ എന്ത് പ്രാന്തി കാണിക്കണേ? എന്റെ ജോസ് എന്തുട്ട് പ്രശ്നം? ഞാൻ കൊല്ലണം പന്നി. നീ സാമ്പിൾ ഉപ്പില് എന്തൊട്ടൊക്കെ നീ കാണിക്കണേ? വാങ്ങട്. പതായിരുന്ന കാര്യം. ആ മതിലും വലിയ നാറിയാന്ന് നിനക്ക് അറിഞ്ഞൂടെ? കട്ടൻ ചായ വേണേ ഞാൻ ഉണ്ടാക്കി തരില്ലായിരുന്നു. അത് നീ മതിലും ചാടി വരണം. ചന്ദ്രൻ പോയിട്ടിപ്പോ വർഷം 15 കഴിഞ്ഞു അല്ലേ? കർക്കിടകം കഴിഞ്ഞ 16 ആവും. മോനെ, കുമാരേട്ടനെ അറിയില്ലേ? ഇല്ല. നിന്റെ അച്ഛന്റെ വലിയ കൂട്ടായിരുന്നു. കുമാരേട്ടന് നിന്നോടെന്തോ പറയാനുണ്ടെന്ന്. എന്താ? നീ ഇങ്ങോട്ട് വാ. ഞാനേ ഒന്ന് ഷർട്ട് ഇട്ടിട്ട് വരാം. ഷർട്ടൊന്നും വേണ്ടാന്നേ, നീ ഇങ്ങോട്ട് വാ ഫസ്റ്റ്. കുപ്പിക്കാവും. മോനെ ജിനു. ജിനല്ല. അതെന്തെങ്കിലും ആട്ടെ. എന്നെ കുംഭംകുമാരെന്ന് പറഞ്ഞാല് ഈ നാട്ടുകാരറിയൂ. എനിക്ക് പണ്ട് ഈ കല്ലൂര് വാറ്റായിരുന്നേ. അന്ന് ചാരായത്തിന് 1 രൂപ 50 പൈസ. നിന്റെ അച്ഛൻ വരന്തരപ്പള്ളിയിൽ കൂപ്പിന്റെ പണിക്ക് പോകുമ്പോ എന്നും അവിടെ വന്ന് കൂടിയിട്ടേ പോവാറുള്ളൂ. ആ ചന്ദ്രന്റെ മോനാണ് നീയെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പൊ കുറച്ച് മുന്നാ. നീയാകെ വളർന്ന ഒരുമാതിരി കാട്ടുമാക്കാനെ പോലെ ആയില്ലോടാ. ചേട്ടാ വന്ന കാര്യം പറഞ്ഞേ. കുപ്പി എവറാ? എന്ത് കുപ്പി? എൻ്റെ കയ്യിൽ കുപ്പിയൊന്നുമില്ല. ഇതാ കൊച്ചിറക്ക, കുപ്പി നീ താത്തിയതാണെന്നും ഒരു കുപ്പി പോലും നീ വിറ്റിട്ടില്ലാന്നും ഈ ചുറ്റുവട്ടത്തൊക്കെ തിരക്കിയിട്ട ഞാനും ഇങ്ങോട്ട് വന്നേ. മോനെ വിനു, ഇങ്ങോട്ടേക്ക്. നിന്റെ പുറകിൽ എക്സസൈസ് ഉണ്ട്.
സേഫായി കുപ്പിയും കച്ചവടാക്കി കാശും പോക്കലിട്ട് പോവാന്നാ നീ കരുതിയേ? നടക്കില്ല വിനു. എക്സസൈസ് നിന്നെ പൂട്ടും. പക്ഷെ ഈ കുമാരേട്ടൻ വന്നത് വേറൊരു ഡീലായിട്ടാ. കുപ്പി ഒന്നിന് 5000 രൂപ വെച്ച് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ പാർട്ടി ഉണ്ടാ. ആര്? പുലിപ്പാറക്കുന്നിൽ ഗോഡ്സൺ ഡനിയൻ ഗ്ലാഡ്സൺ അണ്ടർവേൾഡ് കിങ്സ്. എത്ര കുപ്പി ഉണ്ടാ നിന്റെ കയ്യില്? പതുക്കെ പറ. എത്ര കുപ്പിയുണ്ട് നിന്റെ കയ്യില്? ഒരു 31 കുപ്പി കാണും. 30 കുപ്പിക്ക് 5000 രൂപ വെച്ച് 30 ലിറ്ററിന് 1.5 ലക്ഷം രൂപ പറ്റുമോ? കുപ്പി അങ്ങനെ എളുപ്പെടുക്കാൻ പറ്റിയ സ്ഥലത്തല്ല. പുറകിലാണ് എക്സസൈസ് ഉണ്ട്. എനിക്കൊരു സമയം വേണം. ദേ ഇത് 10000 അഡ്വാൻസ്, ബാക്കി കച്ചവടം നടന്നിട്ട്. മനസ്സിലായ? കുമാരൻ്റെ ഡീൽസൊക്കെ ഇങ്ങനെയാ, സ്ട്രൈറ്റ് ഫോർവേഡ്. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ മോൻ പ്ലാൻ ചെയ്തിട്ട് വിളിക്ക്. ഓക്കെ? ഇനിയിപ്പോൾ ഷർട്ടോ എന്താണെന്ന് പേടിയാവുണ്ട് വിനു. അച്ഛനാണെങ്കിൽ ജാതകവും പോയി നോക്കി 10 പൊരുത്താന്നൊക്കെ പറയണേ. അവൻ എത്രയും പെട്ടെന്ന് നടത്താനുള്ള പ്ലാനില്ല. ഏയ് നീ പേടിക്കൊന്നും വേണ്ട. എൻ്റെ മുന്നിലൊരു വഴി തെളിഞ്ഞു വന്നിട്ടുണ്ട്. സംഗതി സെറ്റായ കുറച്ച് കാശിൻ്റെ കയ്യിൽ വരും. കാശ് വന്നാൽ നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം. എന്താ എടാ ഇവിടെ കൂട്ടാൻ വെക്കാനൊന്നുമില്ല. നീ വരുമ്പോഴേ ആ പാപ്പന്റെ കടയിൽ നിന്ന് കുറച്ച് പച്ചക്കറി മേടിച്ചോണ്ട് പോവാ. ആ ശരി. നീ പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരി. ഞാൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നിന്നെ വിളിക്കാം. ഞാൻ പോട്ടെ. നീ പോണില്ലേ? അങ്ങനെ പോ. പാപ്പാര് ഗ്ലാസ്, ഒരു ഗ്ലാസ് അല്ല ഒരു ഗ്ലാസ് കുടിക്കണത് നല്ലതാ. നല്ല ശോധന കിട്ടും. കുടിച്ചോ. എനിക്കും വയറിന് ലേശം പ്രശ്നം ഉണ്ടായിരുന്നു. നീ വല്ല ഗുളികയുമായി കഴിച്ചടാ. പാപ്പോയ്, ആ മത്തങ്ങ എന്താ വരാ? മത്തങ്ങ കൊടുക്കണില്ല. കുമ്പളങ്ങ കൊടുക്കണില്ല. എന്തെനിക്കൊരു 1 കിലോ പരിപ്പുതാ. പരിപ്പ് തീർന്നു പോയി. ഏയ് പരിപ്പല്ല പാപ്പ എനിക്കിപ്പോ തന്നെ. അതോടുകൂടി ഇവിടുത്തെ തീർന്ന്. നീ പൊക്കടേക്കാ. അപ്പൊ എനിക്ക് തരാൻ ഈ കടയിൽ ഒന്നുമില്ല. നിനക്ക് തരാൻ ഒന്നുമില്ല. ആയിക്കോട്ടെ. പൊക്ക കുമ്പളങ്ങ അവിടെ വെക്കടാ. കളവന്റെ ഒരു കുമ്പളങ്ങ. 30 ലിറ്റർ സാധനം അവിടെ വെച്ചിട്ട് ഒരു പെഗ് തരാത്തവനവൻ പച്ചവെള്ളം അവന് കൊടുത്തു പോകരുത്. കൊടുക്കരുത്. ആ എന്നെ കല്യാണം വിളിക്കാത്ത തെണ്ടിയത്. ആ വെറുതെ അല്ല പെങ്ങൾ വിളിച്ചോടി അല്ലേ? ഒട്ടും കൊത്തില്ലടക്കാ. ഒട്ടും കൊത്തില്ല. ഞാൻ മുണ്ടാവും ശരിക്കട്ടെ. എന്റെ സുമേഷേ, മൊത്ത സീനാണ്. എന്താ നിന്നെ അന്വേഷിച്ച എല്ലാ വീട്ടിലും പോലീസുകാർ കയറി ഇറങ്ങുന്നുണ്ട്. അവരുടെ കയ്യിൽ ഡ്രോൺ അടിച്ചിരുന്ന നിന്റെ ഫോട്ടോ ഉണ്ട്. കണ്ടപ്പോ തന്നെ നീയാന്ന് എനിക്ക് മനസ്സിലായി. ഏതേലും വിട്ടു കൊടുക്കൂട്ടാ, ഉറപ്പണളിയാ. പണിയാട്ടാ. നീ സാധനം എവിടെ താഴ്ത്തിയേ? അതൊക്കെ ഉണ്ട്, സീക്രട്ടാ. നീ എവിടെ താഴ്ത്തിയാലും ശരി, ഒരു കാരണവശാലും പോലീസ് അവിടെ എത്തരുത്. അതിന് നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നീ ചെയ്തോ. ചേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടാ? ഒന്നുമില്ലടി. ഒന്നുമില്ലേ? സുമേഷാന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടെ? എന്തിട്ടാ കാര്യം പറയ്. ഒന്ന് പോയിടി അവിടെ. നിനക്ക് എന്റെ പ്രശ്നം പറഞ്ഞിട്ട് ഇപ്പം എന്തിനാ? നിനക്ക് ആ സീരിയലിൽ പ്രശ്നം പറഞ്ഞിട്ട് ഇരുന്ന പ്രശ്നം. ഇന്ന് ഞായറാഴ്ചയാ, സീരിയലൊന്നും ഇല്ല. നെഞ്ചത്തോട്ട് കയറി അവളുടെ കാര്യം ഞാൻ അന്വേഷിക്കും. നിനക്ക് തയ്ക്കാനൊന്നുമില്ലടി. തയ്ക്കാനൊന്നും ഇല്ല. എന്താ കളിയാ? ഭയങ്കര ചുമയാണല്ലോ. ആടാ സിഗരറ്റ് വലിച്ചിട്ടേ കപം കെട്ടിന്ന്. ഭയങ്കര വലിയപ്പോ. നീ എവിടെ താഴ്ത്തിയാലും ശരി, ഒരു കാരണവശാലും പോലീസ് അവിടെ എത്തരുത്. അതിന് നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നീ ചെയ്തു. എന്താ കാണിച്ചിട്ടുണ്ട്?
രണ്ടെണ്ണത്തിൽ ഫസ്റ്റ്. ഹേ വസന്തം തടഞ്ഞാൽ വർണ്ണത്തെ എതിർത്താൽ ഒരു പൂവ് പോലും പൂക്കൂല, ഒരു ഏത്ത പോലും പഴുക്കൂല, ഒരു പൂത്തിരി പോലും കത്തൂല, ഒരു കാലച്ച പോലും കേക്കൂല. വസന്തം വരട്ടെ, വർണ്ണങ്ങൾ വിരിയട്ടെ, കവികൾ എഴുതട്ടെ, പാട്ടുകൾ പാടട്ടെ. ആ ഫോണിനടുത്ത് ആ സോമിയെ നീ അറിഞ്ഞ എന്ത്? എടാ നമ്മുടെ വിനുനെ. അപ്പൊ നീ അറിഞ്ഞില്ലേ? പറയടാ. നമ്മുടെ വിനുനെ കൊറോണയാ. കൊറോണയാ? എപ്പോ? ഞാൻ ഇന്നലെ കൂടെ കണ്ടാണല്ലോ അവനെ. അതല്ല ഞാൻ നിന്നെ വിളിച്ചേ, പുറത്താരും അറിഞ്ഞിട്ടില്ല. കുറച്ച് ദിവസമായിട്ട് ഞാൻ നോക്കുമ്പോ അവൻ ഭയങ്കര ചുമ. അവനും അവന്റെ അമ്മയും തമ്മിലുള്ള സംസാരത്തിൽ നിന്നാ എനിക്ക് കാര്യം മനസ്സിലായത്. പുറത്ത് പറയാനുള്ള മടിക്ക് ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ടെന്ന് വെച്ച് ഒത്തിക്ക് തീർക്കാനുള്ള പരിപാടിയാ. അത് കൊള്ളാലോ. ഇനിയിപ്പോ പിള്ളേരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ വിളിക്കും. ആരേലും എന്തേലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞെന്ന് മാത്രം പറഞ്ഞാൽ മതി, കൂടുതലായിട്ടൊന്നും പറയുന്ന കണ്ട. ഇന്നലെയും കൂടി ഞാനും കപ്പനും സാമ്പാറും പാലത്ത് വെച്ച് അവനെ കണ്ട് സംസാരിച്ചാന്നേ. ശരിയാ, അപ്പൊ അവന് നല്ല ചുമയുണ്ടായി. പറഞ്ഞൂടെ? ആ സംഭവം കൊറോണയാണ്, അറിയാലോ സിനു. നോക്കി കൈകാര്യം ചെയ്യും. ശരിയല്ലയോ?